മലയാളികൾക്ക് ഇന്നലെ മുതലാണ് നമ്മുടെ അമ്മമാരെ പറ്റിയിട്ട് ഓർമ്മ വന്നപ്പോൾ എല്ലാവരും പോയിട്ട് എന്ന് പറഞ്ഞാൽ അമ്മയെ കൂട്ടിക്കൊണ്ടുവരുന്നു, അമ്മയെ ഉമ്മ വെക്കുന്നു, അമ്മയ്ക്ക് ഭക്ഷണങ്ങൾ കൊണ്ടു കൊടുക്കുന്നു. ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹം. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇതെങ്ങനെയാണ് നമ്മുടെ ദിയാ കൃഷ്ണയുടെ പ്രസവം നടന്നപ്പോഴാണ് സകല യൂട്യൂബർമാർക്കും സകല ഇൻസ്റ്റഗ്രാമിലുള്ളവർക്കും അതുപോലെ തന്നെ പൊതുപ്രവർത്തകർക്കും ചില പെണ്ണുങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞ് നമ്മുടെ അമ്മ അമ്മേ എന്നുള്ള ഓർമ്മ വന്നത്. അത് ആര് പ്രസവിച്ചപ്പോഴേ? ഈ ദിയാ കൃഷ്ണ പ്രസവിച്ചത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങളെയൊക്കെ മണ്ടന്മാരാക്കുകയാണ്. അതായത് ആ കുട്ടി പ്രസവിക്കുകയും ചെയ്തു, അതാണെങ്കിൽ യൂട്യൂബിൽ ഇടുകയും ചെയ്തു, അതിനുള്ള വരുമാനവും കാര്യങ്ങളൊക്കെ അവർക്ക് എല്ലാവർക്കും വരുന്നുണ്ട്. ഇനി അങ്ങനെ ഒരു അമ്മയുടെ മഹത്വമാണെങ്കിൽ അവരെന്താ ചെയ്യുക? അവരെല്ലാവരും പോയിട്ട് ഒരു മാസ്ക് വരെ ഇടാതെ ആ ലേബർ റൂം, സൂട്ട് റൂം എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അകത്ത് എടുത്തിട്ട് ഇതെല്ലാവരും ചേർന്നിട്ട് വീഡിയോ പിടിക്കാൻ നിൽക്കുമോ? നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം. പിന്നെ അമ്മയുടെ മഹത്വം ഭയങ്കരമാണെങ്കിൽ ദിയാ കൃഷ്ണയുടെ അനുജത്തി എന്താണ് ഒരു പ്രാവശ്യം പറഞ്ഞത്? എന്നെ കുഞ്ഞമ്മ എന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല, എന്നെ ചെറിയമ്മ എന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല, അതായത് അമ്മ എന്ന് പോലും വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്നൊക്കെയാണ് കൃഷ്ണകുമാറിന്റെ ഇളയമോള് പറഞ്ഞത്. ഇന്നിപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നന്മയുള്ളവരായി, നന്മയുള്ള ലോകമുള്ളവരായി. ഭയങ്കരമായിട്ട് കൃഷ്ണകുമാറാണ് ഈ ലോകത്തുള്ള ഏറ്റവും നല്ല മനുഷ്യൻ, ഏറ്റവും ഭാഗ്യം ചെന്ന മനുഷ്യൻ. എൻ്റെ പൊന്നു മക്കളെ, സർക്കാർ ആശുപത്രിയിൽ പ്രസവിക്കുന്ന കുറച്ച് സ്ത്രീകളുണ്ട്, അവരോട് നിങ്ങൾ പോയി ചോദിക്കണം. അതായത് ഒന്നുറക്കെ കരയാൻ പോലും കഴിയില്ല. അതായത് എന്താ കാരണം എന്നറിയാം? അവിടെ അടുത്തടുത്ത ആളുണ്ടാവും. ഇതൊക്കെ പണക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് അമ്മേൻ്റെ വില മനസ്സിലാക്കാനൊന്നും ഒരുത്തനും ചെയ്തതല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ എല്ലാവരും ഭയങ്കരമായിട്ട് വികാരം കൊള്ളുന്നുണ്ടല്ലോ, അമ്മയുടെ വില എന്ന് പറഞ്ഞിട്ട്. ഇതെന്താ, പണ്ടൊന്നും അമ്മയുടെ വില ഇല്ലായിരുന്ന? പണ്ടൊന്നും ഈ പിന്നെന്താ പറയുക, പണ്ടത്തെ അമ്മമാരൊക്കെ എന്ന് പറഞ്ഞാൽ പ്രസവം കാണിച്ചിട്ടാണോ ഇത്രയും വില തന്നത്? നമ്മളെയൊക്കെ പോറ്റി വളർത്തി വലുതാക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണോ? മനസ്സിലാക്കണം നിങ്ങൾ. അതായത് പെറ്റ് കഴിഞ്ഞാൽ ആ വയറിന് ആവശ്യമായ ഭക്ഷണം പോലും കിട്ടാറില്ല. ആ ഒരു നിലയിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മമാർ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു യൂട്യൂബിലെ ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് അവരൊരു വീഡിയോ കണ്ടന്റ് ചെയ്ത് അവരത് ചാനലിലിട്ട് സൂട്ട് റൂമും അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ മുഴുവനും ഇതൊക്കെ ഉണ്ടായിട്ട് വെറുതെ ഡ്രാമ കളിക്കും, അത്രയേ ഉള്ളൂ. അവർ ചെയ്തോട്ടെ, അവർ പ്രസവിച്ചോട്ടെ, അവർ യൂട്യൂബിൽ ഇട്ടോട്ടെ, അതങ്ങനെയാണ്. പക്ഷെ എല്ലാവരും ഇത് കാണണം, എല്ലാവരും ഇത് ഭയങ്കരമായിട്ട് സംഭവമാക്കണം, അല്ലെങ്കിൽ എല്ലാവരും ദിയാ കൃഷ്ണയെ തൊഴണം പോയിട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. കാരണം അവർക്ക് അവരുടെ കുഞ്ഞിനെ പ്രസവിക്കാനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ട്, ആ കുഞ്ഞിനെ നോക്കാനുള്ള അധികാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് മോണിറ്റൈസ്ഡായ ഒരു കണ്ടന്റ് ആക്കിയിട്ട് യൂട്യൂബിൽ ഇട്ടിട്ട് അതിൽ പരസ്യവും കാണിച്ച പൈസയും വാങ്ങിക്കുന്നതിനോട് ഒരു തരത്തിലും നമുക്ക് യോജിക്കാൻ കഴിയില്ല. അതുമാത്രവുമല്ല, അവിടെയുള്ള എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട്. അവരെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ പിടിക്കേണ്ട തിരക്കിൽ തന്നെയായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, മാസ്ക് വരെ ഇട്ടിട്ടില്ല. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതായത് മാസ്ക് ഇടാത്തപ്പോഴേ കുഞ്ഞിന് അണുബാധ ഉണ്ടാകാൻ, അല്ലെങ്കിൽ പ്രസവിക്കുന്ന സ്ത്രീക്ക് അണുബാധ ഉണ്ടാകാൻ ഭയങ്കരമായിട്ടുള്ള ചാൻസ് ആണ്. അപ്പൊ ഞാൻ ഇതാണ് പറയുന്നത്, പൈസ ഉള്ളവൻ ഇതൊക്കെ നടക്കും, ഇല്ലാത്തവനെന്ന് പറഞ്ഞാൽ വല്ല സർക്കാർ ആശുപത്രിയോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിലും പൈസ കുറഞ്ഞിട്ടുള്ള വല്ല ഏതെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയോ ഇതേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ അവർ പ്രസവിക്കുമ്പോൾ ഭർത്താവ് കൂടെ വേണമെന്നൊക്കെ ഉണ്ടാകും. പക്ഷേ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് ആശുപത്രിയിലൊക്കെ 5-10 ആൾക്കാർ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു ഭർത്താവിനോ കുടുംബത്തിനോ പോയി നിൽക്കാൻ കഴിയില്ല മക്കളെ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇതൊരു വലിയ ചർച്ചയാക്കി ഇതെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ന്യൂസ് ചാനലിലും വന്നൊരു ചർച്ചയാക്കുക. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആണുങ്ങളെ അടിക്കാനുള്ള ഒരു വടിയായിട്ട് ഇത് ഉപയോഗിക്കുക. അമ്മയെ പിന്നെ കല്ലെറിഞ്ഞ് കൊലപ്പെടുത്തുന്ന എൻ്റെ പൊന്നു മക്കളെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. ഇന്നലെ ഈ പ്രസവം കാണിച്ചതിന് ശേഷം ഗുരുവായൂരെല്ലാം എന്താ അമ്മമാർ ഇല്ലേ, ഈ ഓച്ചിറയിലെ അമ്മമാരില്ലേ, ഈ അനാഥാലയത്തിൽ എന്ന് പറഞ്ഞ അമ്മമാരില്ലേ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ മക്കളുള്ള ടീം തന്നെയാണ്. ഇപ്പം നിങ്ങൾ ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ നടക്കിരുത്തിയതുപോലെ ഒരുപാട് അമ്മമാരെ കാണാം. അവരോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് 2-3 മക്കളുള്ളതാണ്. ചില അമ്മമാരുടെ മക്കൾ പ്രധാനപ്പെട്ട ഉദ്യോഗത്തിലിരിക്കുന്നവരാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കുറച്ച് നാൾ മുമ്പ് ഞാൻ ഓച്ചിറ പോയപ്പോൾ ഒരു അമ്മയുണ്ട് അവിടെ ഇരിക്കുന്നത്. ആ അമ്മ അവിടെ ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ അവരോട് വെറുതെ സംസാരിച്ചു. അപ്പോഴാണ് മനസ്സിലായത് അവർക്ക് വീടില്ല, അവർക്ക് 3 പെൺമക്കളാണ്. ആ 3 പെൺമക്കളെ കല്യാണം കഴിച്ചപ്പോഴേ അവരുടെ വീട് വിൽക്കേണ്ടി വന്നു, അവർക്ക് കടം വീടാൻ വേണ്ടിയിട്ട്. ഇപ്പോഴവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓച്ചിറയാണ് താമസിക്കുന്നത്. ഈ 3 പെൺമക്കളും അവർക്ക് ഉറക്കം വരുന്നുണ്ടാവോ അവരെ വീട്ടിൽ കിടന്നാൽ? മഴയും തണുപ്പും ഏറ്റിട്ട് ഓച്ചിറ അമ്പലത്തിന്റെ ആ ചേതിക്ക് കിടക്കുമ്പോഴേ ഈ പെൺമക്കളും ഭർത്താക്കന്മാരും അവരുടെ മക്കളും എല്ലാവരും കൂടിയിട്ട് സുഖമായിട്ട് അവരൊരു വീട്ടിൽ, ഏതെങ്കിലും ഒരു വീട്ടിൽ കൊണ്ടുപോയിട്ട് തിണ്ണേലൊരു സ്ഥലം കൊടുത്തൂടെ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. കുറച്ച് നാൾ മുമ്പ് മറ്റൊരു സംഭവം നടന്നു. അതായത്
അതായത് മകനും അതുപോലെ തന്നെ ഭാര്യയും വീട് പൂട്ടിപ്പോയിരിക്കുകയാണ്. അമ്മയെ എവിടെയാണ് ആക്കിയത്? അമ്മയെ വീടിന്റെ തിണ്ണയിൽ. അകത്ത് കയറാൻ പെർമിഷൻ ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മകനോട് ഭാര്യ പറയുകയാണ്, അതായത് നിങ്ങളുടെ അമ്മ അകത്ത് കയറി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിറങ്ങും. അതും ഒരു സ്ത്രീയാണ്. ആലോചിച്ച് നോക്കണം, ഇതും ഒരു സ്ത്രീയാണ് പറയുന്നത്. പിറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മയെ നായക്കൂട്ടങ്ങൾ കടിച്ചു കൊന്ന നിലയിലാണ് കാണുന്നത്. ആ അമ്മയ്ക്ക് ഉശിരുള്ള 2 മക്കളുണ്ടായിരുന്നു, ഒരാണും ഒരു പെണ്ണും. പക്ഷെ ഇവർക്ക് 2 പേർക്കും എന്ന് പറഞ്ഞ് ഈ അമ്മയെ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ പെറ്റ വയറിന്റെ മഹത്വം പറഞ്ഞിട്ട് മാത്രം ഇതൊരു ഭയങ്കര സംഭവമാണ്, അല്ലെങ്കിൽ എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ടാണ് എന്നൊന്നും പറയരുത്. നമ്മുടെ നാട്ടിൽ പണമുണ്ടെങ്കിൽ അമ്മമാരെല്ലാം ജോറാണ്. പണമില്ലെങ്കിൽ എല്ലാ അമ്മമാരുടെയും സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ഗവൺമെൻറ് ആശുപത്രിയോ ഇല്ലെങ്കിൽ ഒരുപാട് പേര് പ്രസവിക്കുന്ന വാർഡുകളോ ഇത് തന്നെയാണ്. അവിടെയൊന്നും നിങ്ങളെ പറയുന്ന പോലെ ദിയാകൃഷ്ണക്ക് കിട്ടുന്ന സുഖമൊന്നും അവിടെ ആർക്കും കിട്ടാറില്ല. അപ്പം ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെതിരെ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 യൂട്യൂബർ ഉണ്ട്. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ദിയാകൃഷ്ണനെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചവിട്ടി അരക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇപ്പം അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഒരുത്തം പറയുന്ന കേൾക്കുക, ഞാൻ എൻ്റെ അമ്മയെ പോയിട്ട് കെട്ടിപ്പുണർന്നു. എടോ നാണോ മാനോ ഉളുപ്പും ഉണ്ടോടോ നിനക്കൊക്കെ? അതായത് ഈ അമ്മയെ കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ദിയാകൃഷ്ണന്റെ വീഡിയോ വേണ്ടി വന്നത് എനിക്ക്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മളൊക്കെ പണ്ടേ അമ്മമാരെ കെട്ടിപ്പിടിച്ച് അതുപോലെ തന്നെ അമ്മമാരെ നോക്കുന്ന കുട്ടികളാണ് നമ്മളൊക്കെ. അല്ലാതെ ദിയാകൃഷ്ണന്റെ വീഡിയോ കണ്ടിട്ട് നമ്മൾ പോയിട്ട് എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ അമ്മേനെ കൂട്ടി പോയിട്ട് അമ്മ മനസ്സ് തങ്ക മനസ്സ് മുറ്റത്തെ തുളസി പോലെ ഇതൊന്നും നമ്മളൊന്നും പാടില്ല. കാരണം എന്താ വെച്ചാൽ എപ്പോഴും അമ്മ നമ്മുടെ കൂടെ തന്നെയുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ആ ഒരു വീഡിയോ കണ്ടു, അയ്യോ എന്തൊരു വീഡിയോ ആണ്. ചില ആൾക്കാർ ദിയാകൃഷ്ണക്ക് എൻ്റെ 100 പുഷ്പങ്ങൾ, ദിയാകൃഷ്ണക്ക് അഭിവാദ്യങ്ങൾ, ദിയാകൃഷ്ണക്ക് അതാണ്, ദിയാകൃഷ്ണക്ക് ഇതാണ്, കൃഷ്ണകുമാർ ഭാഗ്യം ചെയ്തവനാണ്. അതിൻ്റെ അകത്തുനിന്ന് പൈസ ഉണ്ടാക്കുകയാണ്. കൃഷ്ണകുമാർ വരെ ഇങ്ങനെ മൂക്കത്ത് കൈവരിക്കുന്ന വെച്ചിട്ടുണ്ടാവും. കാരണം എന്താ അറിയാ, ഇത് ഇത്രയും ഭയങ്കരമായിരുന്നു, എന്നാൽ പിന്നെ ഒരു 3-4 ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്ന എന്തൊരു മനുഷ്യന്മാരാണ്. അതാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. അതായത് ഇതൊന്നും സമൂഹത്തിനെ കാണിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. എല്ലാവർക്കും അറിയാം നമ്മൾ എങ്ങനെയാണ് വരുന്നത്, നമ്മൾ ഏത് തരത്തിലാണ് വരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അല്ലാതെ ദിയാകൃഷ്ണയുടെ പ്രസവം കണ്ടിട്ട് നാളെ അമ്മമാർക്ക് മുഴുവൻ പൂച്ചണ്ടമായി ചെല്ലുന്ന ആൾക്കാരുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, ഞാൻ എവിടെ വന്നിട്ടും ചെയ്യാൻ തയ്യാറാണ്, മാപ്പ് പറയാൻ തയ്യാറാണ്. ഞാൻ ദിയാകൃഷ്ണന്റെ പ്രസവത്തെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ്. ഏതെങ്കിലും ഒരു അമ്മമാർ വഴിയില്ല എന്ന് എനിക്ക് മനസ്സിലായാൽ, ഞാൻ പറഞ്ഞല്ലോ, ഗുരുവായൂരും ഓച്ചിറയിലും അതുപോലെ തന്നെ അനാഥാലയങ്ങളിലും അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല സ്വത്തും പ്രതാപത്തിലും ജീവിച്ച അമ്മമാരുണ്ട്. പക്ഷെ അവരെയൊക്കെ ചവിട്ടി പുറത്താക്കിയത് ആരാണ്? മിക്കതെന്ന് പറഞ്ഞാൽ മകൻ്റെ ഭാര്യയോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ്. അമ്മായിയമ്മ പോര് തന്നെയാണ് മെയിൻ. അതുകൊണ്ട് ഇത് മാത്രം പൊക്കിപ്പിടിച്ച് വരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാരും അനുകരിക്കാൻ പാടില്ല. കാരണം മാസ്ക് ഒന്നും ഇടാണ്ട് അങ്ങനെ പോകരുത്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് കണ്ടന്റാണ് മുഖ്യം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിപ്പിക്കൊന്നും ഇട്ടിട്ട് ഒരിക്കലും പിന്നെ കുട്ടികളെ ഉമ്മ വെക്കരുത്. കാരണം ലിപ്പിക്ക് ഇട്ടിട്ട് ഞാൻ എൻ്റെ മകളുടെ മുന്നിലേക്ക് പോകുള്ളൂ എന്നൊക്കെ കൃഷ്ണകുമാറിൻ്റെ മക്കൾക്ക് മാത്രമേ പറയാൻ കഴിയില്ല. അതൊക്കെ മാരക വിഷമാണ്. അതൊന്നും അവർ ചെയ്യില്ല, നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയാണ് അവരൊക്കെ ചെയ്യുന്നത്. അതായത് നാളെ ഇനിയിപ്പോൾ പ്രസവിക്കാൻ കിടക്കുമ്പോൾ ലിപ്റ്റിക്ക് ഇങ്ങനെ ഭാര്യത്തേക്കാൻ ആരും നിൽക്കേണ്ടത്, അത് മാരക വിഷമാണ്. ആ സാധനമൊക്കെ വരാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ കിഡ്നി പേഷ്യൻറ്റുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ എന്താ പറയേണ്ടത്, ഈ ക്യാൻസർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 1-2 ആൾക്ക് മാത്രമേ ക്യാൻസർ ഉള്ളൂ. ഇന്ന് കാണുന്ന അമ്മമാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസറാണ്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വാരിത്തേക്കുക ഇന്ന് മുഴുവൻ? അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിർത്തുന്നില്ല, നാളെയും വരും ഇതിൻ്റെ ബാക്കിയായിട്ട്. ഇനിയും ആരെങ്കിലും കയറിയിട്ട് ഇതുപോലെ ന്യായീകരിക്കലാണെങ്കിൽ നാളെ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കാര്യം കൊണ്ടുവരും. നന്ദി, നമസ്കാരം.